എന്താണ് രണ്ട് കുട്ടികളും ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്ന് ശിവരാത്രിയാ, അറിയാമോ? ശിവരാത്രി എന്നാണെന്നറിയാമോ? രണ്ടുപേരും ജനിച്ചിട്ട് ആദ്യം വരുന്ന ശിവരാത്രിയാണെന്ന്. പണ്ട് മിട്ടുമാ ദുർവാസാവിനില്ലേ ദേവലോകത്ത് വെച്ച് ദേവസ്ത്രീകൾ പാരിജാതമാല കൊടുത്തു. ഒരു സന്യാസി മഹർഷിയല്ലേ, ഈ പെണ്ണുങ്ങളൊക്കെ തരുന്ന മാല എങ്ങനെ ഇടും? എന്നാലും തന്ന സമ്മാനം നിഷേധിക്കാൻ പാടില്ല. അദ്ദേഹം അതും എടുത്ത് ഇങ്ങനെ നടന്നു. അങ്ങനെ നടന്നു പോയപ്പോഴില്ലേ ആണ് നമ്മുടെ ദേവേന്ദ്രൻ കല്ലൂമ മുകളിൽ പോടി ഇങ്ങനെ ഐരാവതത്തിൻ്റെ പുറത്ത് പോകുന്നത്. ഐരാവതം പറഞ്ഞ വെള്ള യാന ചെറുകളൊക്കെ ഉണ്ട്. അവധിന് നമ്മുടെ ദുർവാസാവ് ഇങ്ങോട്ട് ചുട്ടേ ദേവേന്ദ്ര ഇങ്ങോട്ട് വാ. ദേവേന്ദ്രൻ താഴെ ഇറങ്ങി. ദുർവാസാവല്ലേ വിളിക്കുന്നത്, ചെല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ ദുർവാസാവ് നേരെ ആ മാല എടുത്ത് നമ്മുടെ ദേവേന്ദ്രന് കൊടുത്തു. നീ എടുത്തോടെ എന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ എന്ത് ചെയ്യും? ദുർവാസാവ് തന്നത് കളയാൻ പറ്റുമോ? താഴെ വെക്കാൻ പറ്റുമോ? താഴെ വെച്ചാൽ കോപമാകും, പ്രശ്നമാകും. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ക്ഷിപ്ര കോപിയാണ്, എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും നിന്നെ പല കല്ലുമ്മ. അങ്ങനെയപ്പോൾ ഒരു രക്ഷയില്ലാതായിപ്പോയി. അപ്പോൾ എന്നാ ചെയ്തെന്നറിയാമോ? ദേവേന്ദ്രൻ്റെ തലയിൽ ചൂടുവാൻ വേണ്ടി ഈ സാധനം എടുത്ത് നമ്മുടെ ഐരാവതത്തിന് കൊമ്പിലൊന്ന് തൂക്കി വെച്ചു. പൂവല്ലേ, ഉള്ള വണ്ടും പൂവും എല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് വന്നു. ഈ ഈച്ചയും പാറ്റയൊക്കെ വന്നപ്പോഴത്തേനും ആനയ്ക്ക് സഹിച്ചോ? ആനയ്ക്കുണ്ടോ ദേവേന്ദ്രൻ ദുർവാസാവോ മാല? ആന ഇതെടുത്തുണ്ടല്ലോ ഒറ്റയടി താഴെ, ഒറ്റയടിയും കഴിച്ചു. ദുർവാസാവിന് സഹിക്കുമോ? ദുർവാസാവ് ഒറ്റ ശാപം എടുത്തും കൊടുത്തു. ദുർവാസാവ് പറഞ്ഞു, നീയും നിന്റെ സന്തതി പരമ്പരകളും എല്ലാം ജരാധര വന്ന് ഭവിക്കട്ടെ. പണ്ട് ദേവന്മാർക്ക് പ്രായമാവത്തില്ലായിരുന്നു. പെട്ടെന്ന് ദേവന്മാർക്കെല്ലാം പ്രായമായി, നരച്ച് കിളവന്മാരായിപ്പോയി. പിന്നെ എന്തുട്ട് ചെയ്യും? ദേവേന്ദ്രൻ ഓട്ടടാ ഓട്ടം. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഒരു രക്ഷയില്ല. ദേവേന്ദ്രൻ ഓടി തകർന്ന് പാഞ്ഞ് നടന്ന് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പുള്ളി നേരെ ചെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് കാര്യം തിരികെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഇങ്ങോട്ട് കയറല്ലേ, ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞുതരാം. ഫോണിൻ്റെ അകത്തല്ല ചെയ്യാൻ പറ്റുന്ന കാര്യം ഇരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഒരു പരിഹാരം കിട്ടിയതാണ്. നമ്മുടെ പാലാഴി എന്ന് പറയുന്ന കടലൊന്ന് കടഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഔഷധം കിട്ടും. അത് സേവിച്ചാൽ മതിയെന്ന്. പാലാഴി ദേവന്മാർ മാത്രം പിടിച്ചു കഴിഞ്ഞാൽ കടയാൻ പറ്റുമോ? ഇത്ര ആൾ വേണ്ടേ? വലിയ കടലല്ലേ, അതിന് കടപോലെ അവിടെ കിട്ടും. അപ്പോൾ എൻ്റെ കല്ലും എന്നെ എന്നറിയാവോ? നമ്മുടെ മന്ധര എന്ന് പറയുന്ന പർവ്വതത്തെ നേരെ പിഴുതെടുത്ത് ഇവിടെ കൊണ്ട് വെച്ച്. നീ എവിടെ പോവാ പിഴുത്? ആ കല്ലുമ കേൾക്കുന്ന കണ്ടോ വരുന്നത്? അങ്ങനെ പിഴുതി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇത് വലിച്ചാലും മുന്നാലും മാറുന്നുണ്ടോ? അപ്പം ഇവന്മാരൊരു രക്ഷയില്ല. ഇവന്മാരിങ്ങനെ രക്ഷയില്ലാതെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവന്മാരെന്നാ ചെയ്തെന്നറിയാമോ? നമ്മുടെ അസുരന്മാരെയും കൂടെ കൂട്ടി അസുരന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും കുറച്ച് തരാം. അത് പറയുമ്പോൾ വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു. സ്നേഹത്തിന് പോകുന്നു കല്ലുമ്മ. എന്നിട്ടുണ്ടല്ലോ, അന്നിട്ട് ദേവന്മാർ പറഞ്ഞ് അസുരന്മാർ പറഞ്ഞ് അസുരന്മാർ പറഞ്ഞു ഓക്കെ ശരി ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് കയറ് വേണ്ടേ? അപ്പം കയറ് വേണ്ടേ? കയറെന്നാ ചെയ്യും? അപ്പം പറഞ്ഞ് വാസുകി എന്ന് പറയുന്ന സർപ്പത്തെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ മുറ്റുവാ മോനെ, വാസുകി എന്ന് പറയുന്ന സർപ്പത്തിനെ എടുത്തിട്ടുണ്ടല്ലോ കയറാക്കി മന്ധര എന്ന് പർവ്വതത്തെ ഇങ്ങോട്ട് ചുറ്റി. രണ്ട് ലവന്മാർ അസുരന്മാരും ദേവന്മാരും അപ്പുറം ഇപ്പുറം ഇരുന്ന് വലി തുടങ്ങി. അങ്ങനെ അവിടെ ഇരുന്ന് വലി തുടങ്ങി. ഇവന്മാർ വലിച്ചുണ്ടല്ലോ ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ഓരോ സാധനമൊക്കെ കയറി വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് കഴിഞ്ഞപ്പം അതിൻ്റെ ഒരുപാട് ധന്വന്തിരി, ഗംഗ, സ്വർണം, വെള്ളി, അങ്ങനെ ഓരോരുത്തരെയൊക്കെ അടിച്ചു മാറ്റി. നമ്മുടെ ഗംഗയൊക്കെ അതിൽ നിന്ന് വന്നതാണ്. അങ്ങനെ അതൊക്കെ ഓരോന്ന് കിട്ടി വന്നപ്പോൾ ലാസ്റ്റ് ഉണ്ടല്ലോ ഈ പാമ്പ് വിഷമിച്ച് ഇവന്മാർ ഇടുന്ന വലിയല്ലേ. അങ്ങനെ പാമ്പുണ്ടല്ലോ കാളകൂട വിഷം ഛർദ്ദിച്ചു. എന്നെ ചെയ്യാൻ അന്ന് കല്ലുമ്മ ഛർദ്ദിച്ച പോലെ. ഈ കാളകൂട വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ് കാളകൂട വിഷം കേട്ടോ. അപ്പോൾ ഇത് ഒരു രക്ഷയില്ല, ഇത് താഴെ വീണ തകർന്നു. പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ശിവനുണ്ടല്ലോ ഈ കാളകൂട വിഷം എടുത്തങ്ങ് കുടിച്ചു. എന്ത് ചെയ്യും? കാളകൂട വിഷം താഴേക്ക് ഇറങ്ങിയ ദൈവമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പ്രശ്നമാണ്. ദൈവമാണോ അവിടെ? പാർവതി അടുത്ത് നിൽക്കുവാണ്, പ്രശ്നമായി. പാർവതി ഒന്നും പറ്റൂല, നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി, എൻ്റെ കെട്ടിയവൻ പോയി എന്ന് പറഞ്ഞ് പാർവതി കാഴ്ചയിൽ തുടങ്ങി. അങ്ങനെ നിവൃത്തിയില്ല. എന്ത് ചെയ്യും? ലാസ്റ്റ് പാർവതി കയറി ശിവനെ കുത്തി അങ്ങ് പിടിച്ചു, കഴുത്തിന് ഇതുപോലെ അങ്ങോട്ട് കുത്തി പിടിച്ചു. അവിടെ നിന്നോളം പറഞ്ഞു.
അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ശിവന്റെ കഴുത്തിലില്ല ഈ കണ്ടത്തിൽ ആ കാളകൂട വിഷം ഉറച്ചുപോയി. അങ്ങനെയാണ് നമ്മുടെ ശിവന് നീലകണ്ഠൻ എന്ന് പറയുന്ന പേരും കിട്ടിയത്. പിന്നെ വിഷം ഇറങ്ങിയത് കൊണ്ട് മന്ത്രജപങ്ങളൊക്കെ ആയിട്ട് ഭക്തജനങ്ങളും ശിവന്റെ ആൾക്കാരും പാർവതിയൊക്കെ അന്ന് ശിവനൊന്നും വരാതെ നോക്കിയിരുന്നു. അതാണ് ശിവരാത്രി.